കുട്ടികളൊക്കെ പേടിച്ചിരിക്കുവാണ് സാർ. ആദ്യമായിട്ട് എങ്ങനെ ഒരു അനുഭവം. ഇതിന്റെ അപ്പുറത്ത് ഫോറസ്റ്റ് ഏരിയ ആണെന്ന് അറിയാം, പക്ഷേ ഇത്രയും വർഷം ഇങ്ങനെ പുലി ഇറങ്ങുന്ന ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. പേടിക്കണ്ട, എത്രയും വേഗം പുലിനെ കണ്ടെത്തി പിടിക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. എത്രയും വേഗം എന്തെങ്കിലും ചെയ്യണം സാർ. ഞങ്ങളുടെ മുറ്റത്ത് വന്നു പറഞ്ഞിട്ട് എന്റെ ദൈവമേ, ഓർക്കാൻ കൂടി വയ്യ. CCTV പരിശോധിച്ചപ്പോ നിങ്ങളുടെ മുറ്റത്ത് വന്ന പുലി ഇവിടെ നിന്ന് നേരെ പോയത് അപ്പുറത്തെ റോട്ടിലേക്കാണ്. പക്ഷെ പിന്നീടുള്ള CCTVയില് പുലിനെ കാണാൻ കഴിയുന്നില്ല. അതിനർത്ഥം പുലി ഈ പ്രദേശം വിട്ടു പോയിട്ടില്ല എന്നാണ്. അയ്യോ എന്റെ ദൈവമേ, അപ്പൊ ആ പുലി ഇനി വരുമോ? നിങ്ങൾ പരിഭ്രാന്തരാകണ്ട, ജാഗരൂകരായാ മതി. എന്നാലും അതിനൊന്ന് പിടിച്ചിരുന്നെങ്കിൽ. ഈ പ്രദേശത്തുള്ളത് 10 വീടുകളാ. ആ വീടുകളിലെല്ലാം കയറി അവിടെയുള്ള ജനങ്ങളോടെല്ലാം ജാഗ്രത പാലിക്കണമെന്ന് പറയാനാ ഞാനിപ്പോ വന്നത്. പുലിയുടെ ശബ്ദമോ അനക്കമോ എന്തെങ്കിലും കേട്ടാൽ ഉടനെ ഞങ്ങളെ വിവരം അറിയിക്കണം. ശരി സാർ, അറിയിക്കാം. മറ്റൊന്നു കൂടിയുണ്ട്. ഈ പ്രദേശത്ത് സെർച്ച് ചെയ്യാനായിട്ട് ഈ നാട്ടിലെ ഈ പ്രദേശങ്ങളൊക്കെ അറിയാവുന്ന ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. ഫോറസ്റ്റിന്റെ ജീപ്പ് അവിടെയുണ്ട്. മിസ്റ്റർ മാധവന് ഞങ്ങളുടെ കൂടെ വരാവോ? അത് അയ്യോ എന്റെ അച്ഛനെ കൊണ്ടുവരല്ലേ. ഈ കുട്ടി എന്താണ് ഈ പറയുന്നത്? പുലിനെ കണ്ട അച്ഛനെ പിടിക്കൂലേ? ഇല്ല കുട്ടി, പുലിനെ പിടിക്കാനൊന്നും അല്ല കുട്ടിയുടെ അച്ഛനെ കൊണ്ടുപോകുന്നത്. ഞങ്ങളുടെ ജീപ്പിലൊന്ന് ഇരിക്കാൻ വേണ്ടിയാണ്. ഈ പ്രദേശത്ത് എവിടേക്കാണ് ഒഴിഞ്ഞ വീടുകൾ ഉള്ളതെന്നും ഒഴിഞ്ഞ സ്ഥലങ്ങൾ ഉള്ളതെന്നും കാണിച്ചു തരാൻ ഒരാള് വേണം, അത്രയേ ഉള്ളൂ. എന്റെ പൊന്ന് സാറേ, അതിന് പോലീസുകാർ വേറെ ഇല്ലേ? എന്റെ മോനെ കൊണ്ടുപോകല്ലേ. ആ പുലിനെ പിടിക്കുന്നത് വരെ ഞങ്ങളുടെ വീട്ടിൽ ആരും ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങില്ല. നിങ്ങളൊക്കെ എന്താണ് ഇങ്ങനെ? നാട്ടിലൊരു ആപത്ത് വന്നാൽ എല്ലാരും ഒരൊറ്റക്കരുത്തായിട്ട് ചേർത്ത് നിൽക്കണം. പുലിയെ കണ്ടുപിടിച്ച് തിരിച്ചതിനെ ഫോറസ്റ്റിലേക്ക് തന്നെ വിടണം. എന്നാലേ നമുക്ക് സമാധാനം കിട്ടൂ. അമ്മേ, ഞാൻ പോയിട്ട് വരാം. അച്ഛൻ പോവണ്ട. മക്കള് പേടിക്കണ്ട. ഗീതെ, നീ കുട്ടികളായിട്ട് അകത്തിരുന്നോ. എന്ത് ശബ്ദം കേട്ടാലും ഇവിടെ ഇറങ്ങണ്ട. പുലിയുടെ വേഗം കൊല്ലണേ പോലീസേ. അങ്ങനെ പുലിനെ കൊന്നുകളയാനൊന്നും പറ്റില്ല. പുലിനെ കൊല്ലാൻ പറ്റില്ലെന്നോ? കൊന്നില്ലെങ്കിൽ അത് പിന്നെ നമ്മളെ കടിച്ചു കീറാൻ വരില്ലേ? പുലിനെ കൊന്നാൽ പിടിച്ച് ജയിലിലിടും. തോക്കുപയോഗിച്ച് പുലിനെ മയക്കാനുള്ള വെടിയാണ് വെക്കുന്നത്. ആ വെടി കൊണ്ടയുടൻ പുലി മയങ്ങിക്കോളും. പുലി ഉണരുന്നതിന് മുൻപ് ഫോറസ്റ്റുകാർക്ക് വിട്ടുകൊടുക്കും. അങ്ങനെയാണ് പതിവ്. നമുക്ക് ഇത്രയും വേഗം പോകാം സാർ. ഇനി നിന്നാൽ വൈകുന്തോറും ആപത്ത് കൂടും. അത് ശരിയാ. എന്നാ എന്റെ കൂടെ വരൂ. എന്റെ ദൈവമേ, ഈ പോലീസുകാരൻ പുലിനെ തപ്പാൻ വേണ്ടി എന്റെ മോനെ അല്ലാതെ വേറെ ആരെയും കിട്ടിയില്ലേ? അമ്മ പേടിക്കണ്ട, പോലീസിന്റെ വണ്ടിയിലല്ലേ പോയത്. അയാള് പറഞ്ഞു കേട്ടില്ലേ, അയാളുടെ കയ്യിൽ തോക്കുണ്ടെന്ന്. അതുകൊണ്ട് വെടിവെച്ച പുലി മയങ്ങി വീണോളും. അതുകൊണ്ട് അമ്മ പേടിക്കണ്ട. പിന്നെ എന്നെ വെടിവെക്കുന്ന പറഞ്ഞ പുലി ഇങ്ങനെ വന്ന് നിൽക്കാൻ പോണല്ലേ? അത് ഏത് ഭാഗത്തുനിന്ന് എവിടെ നിന്ന് ചാടി വീഴുമെന്ന് ആർക്കറിയാം? ഇത്രക്കോളം വലിയ പുലിക്ക് ഒരു ജീപ്പിന്റെ മേലെ ചാടി വീഴാനാണോ നേരെയില്ലാത്തത്? അവൻ എന്തിനെന്റെ മോനെ കൊണ്ടുപോയതാ ദൈവമേ? നമ്മൾ ഇവിടെ നിൽക്കുന്നത് പോലും ആപത്താ. നമുക്കെല്ലാവർക്കും വീടിന്റെ അകത്ത് കയറാം. മാധവൻ ചേട്ടൻ അങ്ങനെയല്ലേ പറഞ്ഞത്? ശരി ശരി, വീടിനകത്ത് കയറാം. അല്ലാണ്ട് ഇപ്പൊ ഇവിടെ വന്നിട്ട് എന്തിനാ? എല്ലാ സമാധാനം പോയി. ഇനി എന്ത് ചെയ്യും നീ ഇത് മോളെ? ഞാനും അതാ ചേച്ചി ആലോചിക്കണേ. എനിക്ക് പേടിയാവുന്നു. പുലിനെ കിട്ടിയെങ്കിൽ അച്ഛൻ ഫോൺ ചെയ്തേനെ. പുലി വന്ന് നമ്മുടെ വീട്ടിൽ കടിക്കോ? ഇല്ല കുടുക്ക, നീ പേടിക്കണ്ട. ഞങ്ങളൊക്കെ ഇല്ലേ, പുലി ഇങ്ങോട്ട് വരില്ല കേട്ടോ. കുളിക്കുമ്പോൾക്ക് പേടിയാവാ. പേടിക്കാതെ കുളിക്കുമോളെ. ആ ഫോറസ്റ്റ് പോലീസ് എത്രയും വേഗം പിടിക്കൂട്ടോ. പാവം കോഴികളെ പുലി തിന്നില്ലേ? അതേപോലെ നമ്മൾ തിന്നുവോ? ഇനി അതൊന്നും പറയണ്ട. ദേ ഇങ്ങോട്ട് വന്ന് കട്ടുമേലിരുന്നേ കുണിക്ക്. വെറുതെ ഓരോന്നും പറഞ്ഞ് പേടിക്കണ്ട കേട്ടോ. ആ, എല്ലാരും ഇവിടെ ഇരിക്കുവാണോ? മാധവൻ എങ്ങാനും വിളിച്ചോ? അച്ഛൻ വിളിച്ചില്ല അച്ഛാമ്മേ. എന്റെ ദൈവമേ, എന്റെ മോൻ എങ്ങനെയെങ്കിലും ഒന്ന് ഇങ്ങോട്ട് വന്നാ മതിയായിരുന്നു. മക്കളെ, ഇങ്ങനെ പേടിച്ചിരുന്നാൽ എങ്ങനെയാ മക്കളെ? നിങ്ങൾ നേരം വെളുത്തപ്പം മുതലൊന്നും കഴിച്ചിട്ടില്ലല്ലോ. ദേ അമ്മ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഇത്ര നേരം കഴിക്കേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വയ്യാതാകൂട്ടോ. പേടിയാവും അമ്മേ. തിന്നും. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ മക്കളെ. പുലി ഇങ്ങോട്ടൊന്നും വരില്ല. പുലി ഇന്നലെ ഇവിടെ കോഴി ഉള്ളതുകൊണ്ടാ വന്നത്. ഇപ്പൊ കോഴി പോയില്ലേ, പിന്നെ ഇവിടെ ആരാ ഉള്ളത്? അതുകൊണ്ട് പുലി വരില്ല കേട്ടോ. പുലിന് വരില്ല പോലും. നിനക്കിപ്പൊ സമാധാനം എടി ഗീതേ? സമാധാനമായിരുന്നോ? ഞാൻ എന്ത് ചെയ്തു നീ പറയണേ? എന്റെ ദൈവമേ, ആ പഞ്ചായത്തിൽ നിന്ന് എത്ര കാശ് മുടക്കിയാ ഞാൻ ആ കോഴിക്കുഞ്ഞുങ്ങളെ മേടിച്ചോണ്ട് വന്നേന്നറിയോ? മുന്തിയ ഇനം കോഴിക്കുഞ്ഞുങ്ങളാ. അതിനെ ഇവിടെ കൊണ്ടുവന്നപ്പോ മുതൽ ഗീത തുടങ്ങിയതാ, ഇവിടെ വേണ്ട, ഇവിടെ വേണ്ട, ഇവിടെ വേണ്ട. അത് പുലി കേട്ട് കാണും. അതുകൊണ്ടായിരിക്കും പുലി രാത്രി വന്ന് അതിനെ തിന്നോണ്ട് പോയത്. ശരി, ആയിക്കോട്ടെ. ഞാൻ പറയണ കേട്ടിട്ടാ പുലി വന്നത്. അമ്മക്കത് കേൾക്കുമ്പോ സമാധാനം കിട്ടുമെങ്കിൽ കിട്ടട്ടെ. എന്താ അച്ഛാമ്മ, ഈ ഒരു അവസരത്തിലെങ്കിലും അമ്മയൊന്ന് കുറ്റപ്പെടുത്താതിരുന്നൂടെ? ഇന്ന് രാത്രി പുലി വന്ന് എന്ത് ചെയ്യും?
വരില്ല. നിങ്ങൾ എന്തിനാ ഇങ്ങനെ പേടിക്കണേ? പുലി വരില്ല. ഇനി പുലി വന്നാലും മുമ്പിലെ വാതിലിനെ പുറകെ കുറ്റിയിട്ടിട്ടല്ലേ നമ്മൾ ഇരിക്കുന്നേ. പിന്നെ നമ്മൾ എന്തിനാ പേടിക്കുന്നേ? ഓ പിന്നെ ഇത്രയും വലിയ പുലിക്കാണ് ഒരു വാതില് തകർക്കാൻ പ്രയാസം. അച്ഛമ്മ എന്താ പറയണേ? നമ്മൾ വാതിലടച്ചിട്ടെന്നും പറഞ്ഞ ഒരു കാര്യമില്ല. ഇന്നലെ പുലി മുറ്റത്ത് വന്നപ്പോൾ അതിന് കോഴി കുഞ്ഞുങ്ങളെ കിട്ടി. ഇന്ന് വന്നാൽ അതിനൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് അത് നേരെ നമ്മുടെ വാതിൽ തല്ലിപ്പൊളിച്ച് അകത്ത് വരും. അത്രേ ഉള്ളൂ. അയ്യോ എന്റെ മോൻ എന്താ പറ്റി? അയ്യോ ഈ ചെക്കൻ എന്താ പറ്റി? എണീക്ക് മോനെ. അമ്മ ഇവ നല്ലപോലെ പേടിച്ചെന്നാ തോന്നുന്നേ. എന്റെ ദൈവമേ, ഞാനിപ്പോ എന്താ ചെയ്യാ? അമ്മേ, നമുക്ക് കുണുക്കനെ ആശുപത്രി കൊണ്ടുപോകാം. അതായിരിക്കും നല്ലത്. നീ എങ്കിൽ വേഗം പോയി ആ ഓട്ടോറിക്ഷ ചേട്ടനോട് വരാൻ പറ. അച്ഛൻ ഇനി എവിടെയാന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. ശരി അമ്മേ, ഞാൻ ഇപ്പൊ പോയിട്ട് വരാം. ദൈവമേ, കുണുക്കൻ എന്ത് പറ്റി? അമ്മേ ഈ ഓട്ടോറിക്ഷ അങ്ങള് വരില്ല. ഈ പ്രദേശത്ത് പുലി ഇറങ്ങിക്കൊണ്ട് അവർക്ക് പേടിയാണ്. ഞാൻ വേറെ ഓട്ടോറിക്ഷക്കാരുടെ നമ്പർ വരുമെന്ന് ചോദിച്ചപ്പോ ആരും വരില്ല, എല്ലാവർക്കും പേടിയാന്ന് പറഞ്ഞേ. നോക്കി നിൽക്കാതെ അച്ഛനെ വിളിക്കുക. അച്ഛൻ എവിടെയാന്ന് വെച്ചാൽ എത്രയും വേഗം വരാൻ പറ. നമുക്ക് കാറിന് കൊണ്ടുപോകാം. ഒന്നുമില്ല കുണുക്ക, ഒന്നുമില്ല. അമ്മേ, അച്ഛൻ വീടിന്റെ മുമ്പിൽ റോട്ടിലുണ്ട്. വേഗം കുണുക്കൻ എടുത്തോണ്ട് പുറത്തേക്ക് വരാൻ പറഞ്ഞു. അച്ഛൻ കാർ ഷെഡിലേക്ക് പോയിരിക്കും. ആ കാർ ഇപ്പൊ ഇറക്കും. ഞാൻ വേഗം കുണുക്കനായിട്ട് പോട്ടെ. നിങ്ങൾ അച്ഛമ്മനെ കൂടി ഇവിടെ ഇരിക്കണം കേട്ടോ. ഇവിടെ ഇരിക്കൂല, പുലി ഇങ്ങോട്ട് വരും. കുണുക്കന് വയ്യാതായത് കണ്ടില്ലേ? ഇരുന്നില്ലേ പിന്നെ എങ്ങനെയാ? ഇടിക്ക് ഇത് ആ പുലി എങ്ങാനും വന്ന ഈ പിള്ളേരായിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? ഞങ്ങൾ വരുന്നത് നിങ്ങളുടെ ഒപ്പം. ഞങ്ങൾക്ക് പേടിയാമ്മ ഇവിടെ ഇരിക്കാം. ശരി, ഇന്ന് എല്ലാരും കൂടി വാ, നമുക്ക് ഒരുമിച്ച് ആശുപത്രി പോകാം. ഞാൻ ആദ്യം ഇറങ്ങുക, നിങ്ങൾ എല്ലാരും പുറകെ വാ. ദൈവം, എന്റെ കുണുക്കനൊന്നും ഉണ്ടാവല്ലേ. എല്ലാരും വേഗം നടക്ക്. അച്ഛൻ കാറ് വളച്ചിടുന്നുണ്ട്. അയ്യോ മക്കളെ, ധൃതി പിടിച്ചിറങ്ങിയപ്പോ ഞാൻ കുണുക്കന്റെ ആശുപത്രിയിലെ ചീട്ട് എടുക്കാൻ മറന്നു. ആ ഒപ്പി നമ്പർ ഇല്ലാതെ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റില്ല. ഒന്ന് എടുത്തിട്ട് വാ. ഞാൻ എടുത്തിട്ട് വരാമേ. എവിടെയാ ഇരിക്കുന്നേ? അതാ കുണുക്കനും കുണുക്കിയും കിടക്കണം മുറിയുടെ അലമാരിയിലുണ്ട്. ഒന്ന് പോയി എടുക്ക. ഈ നേരം പോയി നേരത്തെ അതൊക്കെ മറന്നോ? ഞാൻ വേഗം പോയി എടുത്തിട്ട് വരാം. കുണുക്കി ഒന്ന് വാ. നിങ്ങളുടെ അലമാരി ഏതാന്ന് കാണിച്ചതാ, എനിക്കറിയില്ലല്ലോ. അമ്മേ, കുണുക്കൻ ഇതുവരെ എണീറ്റില്ലല്ലോ. അവന് നല്ല പേടി കേട്ടിട്ടുണ്ട് മോനെ. അവൻ ഉറങ്ങുമൊന്നുമല്ല, കണ്ണടച്ചെന്റെ മേത്ത് ചേർന്ന് കിടക്കോ. എന്താ നിത്യ നോക്കുന്നേ? അമ്മ സൂക്ഷിച്ച് ചെവി ഓർത്തെ. ഒരു സൗണ്ട് കേൾക്കുന്നില്ലേ? സൗണ്ടോ? നേരാണല്ലോ ചേച്ചി, ഞാനും കേൾക്കുന്നുണ്ട്. എന്തൊക്കെയാ നിങ്ങൾ പറയുന്നേ? അയ്യോ ചീട്ടായോ. അമ്മ വേഗം ഇങ്ങോട്ട് ഓടി. കുണിക്കുമോളെ, ഓടിക്കോടി. എന്റെ കുണിക്കുമോളെ. ഗീത, നീ അങ്ങോട്ട് പോകല്ലേ. ഗീത, നീ അങ്ങോട്ട് പോകല്ലേ. ചേച്ചിമാരുടെ അടുത്തോട്ട് ഓടിക്ക. അയ്യോ നീ എന്നെ കൊന്നു, എന്നാലും എന്റെ മോളെ തുടങ്ങാൻ സമ്മതിക്കില്ല. ഒന്നുമില്ല മക്കളെ, ഒന്നുമില്ല. നിങ്ങൾക്കൊന്നും പറ്റിയില്ല. പുലിനെ മയക്കുവെടി വെച്ചിട്ടിട്ടുണ്ട്. നിങ്ങൾ ആരും പേടിക്കണ്ട. അച്ഛ, പുലി എണീറ്റ് വരൂ അച്ഛാ. നിങ്ങൾ ആരും പേടിക്കണ്ട. ഫോറസ്റ്റുകാർ വന്നിട്ടുണ്ട്. ഇപ്പൊ തന്നെ പുലിനെ അവര് പിടിച്ചു കൊണ്ടുപോയിക്കോളും. നിങ്ങൾ അകത്ത് കയറിക്കോളൂ. പേടിക്കണ്ട മക്കളെ, അകത്ത് കയറിക്കോളൂ. കുണുക്ക, നിന്റെ അസുഖമൊക്കെ മാറിയില്ലേ? കണ്ടില്ലേ, പുലിനെ വെടിവെച്ചിട്ടു. ഇനി പേടിക്കണ്ട.